വിലയുണ്ട്. ഈ മന്ദിരത്തിൽ ഇരിക്കുന്നവർക്ക് അതറിയില്ല. 6 മണി 7 മണിക്ക് റോട്ടിൽ കൂടെ പോകുന്ന പണിക്കാരാ ഞങ്ങള്. അതറിയോ? എന്തുകൊണ്ട് മന്ത്രി ഇതാക്കുന്നില്ല? പോകാൻ പാടുള്ളൂ. എല്ലാരും തന്നെ പിടിച്ചിട്ട് പോണം. ഞങ്ങൾ റോഡ് ചാടി കുട്ടികളെ മക്കളെ ചാടിയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അതുകൊണ്ട് പുലി ഞങ്ങളെ രാവിലെ ഞങ്ങൾ 6-7 മണിക്ക് പണിക്കൊന്ന് മലയുടെ മേലെ പണി എന്നാ മാത്രമേ തീരുമാനാവൂ. അല്ലാതെ ഇവിടുന്ന് പിടിച്ച് അവിടെ പോയിക്കൊണ്ട് ഇട്ടിട്ട് കാര്യമല്ല. ഒരേ സ്ഥലത്ത് നിങ്ങൾ പിടിക്കൂ, അത് വേറെ സ്ഥലത്ത് കൊണ്ടുപോയിടൂ. മക്കളെ കുട്ടികളുള്ള ഞങ്ങൾക്ക് ജീവിക്കണ്ടേ? ഇപ്പൊ പോയിട്ട് പുലിനെ കുടിക്കണം. മുണ്ടല്ലേ ഇപ്പൊ പോയിട്ട് നമ്മളെ ഈ കാടിന്റെ മുക്കിലാണ് ഉള്ളത്. അപ്പൊ ഈ പുലിനെ കൊണ്ടിങ്ങനെ ഇട്ടാലേ ഞങ്ങക്ക് ജീവിക്കണോ? അതുകൊണ്ട് പുലിനെ പോയി പിടിക്കട്ടെ. അവരെ പുലി പിടിക്കട്ടെ. പേടിക്കൊണ്ട് ഞങ്ങളങ്ങ മലന്റെ മുകളിലാണ്. ഞങ്ങൾക്കൂടെ ജീവിക്കണം, പണിയെടുത്ത്. ഓനോട് വലിയ കമന്റ് പറയാണ്. അല്ല, അങ്ങനെ പറയാൻ പറ്റൂല. നമ്മള് ഉദ്ദേശിക്കുന്ന പറഞ്ഞാൽ ജനങ്ങളുടെ വികാരം എന്ന് പറയുന്നത് ഈ കടുവേനെ പിടിക്കണം എന്നുള്ളതാണ്. കടുവേനെ പിടിക്കണം എന്നുള്ളതാണ് ജനങ്ങളുടെ വികാരം. അപ്പൊ കടുവേനെ പിടിക്കാനുള്ള നടപടി നമ്മൾ ചെയ്യും. ഒന്ന്, മയക്ക് വെടി വെച്ച് പിടിക്കണമെങ്കിൽ മയക്ക് വെച്ച് പിടിക്കാം. കൂട് വെച്ചിട്ടാണെങ്കിൽ കൂട് വെച്ചിട്ട് നമുക്ക് പിടിക്കാം. പിന്നെ ഇവരുടെ മറ്റൊരു ആവശ്യമാണ്, ഇപ്പൊ ഇവിടെ ഫെൻസിങ് പദ്ധതി വെച്ചിട്ടുണ്ട്. ഫെൻസിങ്ങിന് പദ്ധതി വെച്ചിട്ടുണ്ട്, അത് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ജനങ്ങളുടെ പരാതി. അത് ഞാനും പരിശോധിച്ചപ്പോൾ കുറെ വസ്തുതയുണ്ട്. ഇതിൽ പദ്ധതി വെച്ചെങ്കിലും ഫെൻസിങ് പൂർത്തീകരിച്ചിട്ടില്ല. അപ്പൊ ഫെൻസിങ് നമുക്ക് അടിയന്തരമായിട്ട് പൂർത്തീകരിക്കണം. കടുവേനെ നമുക്ക് ഇപ്പൊ ജനങ്ങൾ പറഞ്ഞ് വെടിവെച്ച് കൊല്ലണമെന്നാണ് പറയുന്നത്. പക്ഷെ മന്ത്രി എന്ന നിലയ്ക്ക് വെടിവെച്ച് കൊല്ലാൻ എനിക്ക് ഉത്തരവിടാൻ സാധിക്കില്ല. കാരണം അത് ദേശീയ മൃഗമായതുകൊണ്ട്. പക്ഷെ മയക്ക് വെടി വെച്ചിട്ട് പിടിക്കാനും കൂട് വെച്ച് പിടിക്കാനും അതിനാവശ്യമായിട്ട് RRTയെ വെച്ചുകൊണ്ട് കാര്യങ്ങൾ നിയന്ത്രിക്കാനും ഈ ഫെൻസിങ് എത്രയും പെട്ടെന്ന് നമുക്ക് നാളെ തന്നെ ആരംഭിക്കാനുള്ള ഒരു നടപടി സ്വീകരിക്കാൻ വേണ്ടിയിട്ട് മന്ത്രി എന്ന നിലയ്ക്ക് എല്ലാ ഉറപ്പും തരും. കുടുംബത്തിന് നമുക്ക് ഇന്ന് നിലവിലുള്ള എല്ലാ തരത്തിലുള്ള ആനുകൂല്യങ്ങളും എല്ലാവർക്കും അറിയാം. ആ കാര്യങ്ങൾ കൊടുക്കുക. അതിനും നമുക്ക് ഇന്ന് തന്നെ പറ്റുമെങ്കിൽ ഇന്ന് തന്നെ കൊടുക്കാനുള്ള നടപടി സ്വീകരിക്കും. പിന്നെ ആ കുടുംബത്തിന് ആർക്കെങ്കിലും താൽക്കാലികമായിട്ടുള്ള ജോലി വേണമെങ്കിൽ അത് നമുക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് മന്ത്രി എന്ന നിലയ്ക്ക് ഞാൻ അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കും. ഇതൊക്കെ ശരിയാണ്. പക്ഷേ നമുക്ക് ഈ ബോഡി ഇങ്ങനെ വെച്ചുകൊണ്ട് നമുക്ക് ഇരിക്കാൻ വേണ്ടി പറ്റൂല. അപ്പൊ ഈ കാര്യങ്ങൾ മാനിച്ചുകൊണ്ട് ബോഡി വിട്ടുകൊടുക്കണം എന്നുള്ളതാണ് എനിക്ക് ജനങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. കൃത്യമായ വിശദീകരണം നൽകുന്നു മന്ത്രി പറയുന്ന കാര്യം. അവരുടെ പ്രൊട്ടക്ഷൻ പറഞ്ഞാൽ പോരാ, പ്രാവർത്തികമാക്കണം. ഫെൻസിംഗ് ഉൾപ്പെടെ പ്രാദേശികമായ ആളുകളെ വിലക്കെടുത്തുകൊണ്ട് തന്നെ അവരുടെ അഭിപ്രായം മാനിച്ചുകൊണ്ട് വേണം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ. പ്രഖ്യാപനങ്ങൾ പോരാ, പ്രാവർത്തികമാക്കണം. എന്തായാലും ഈ മന്ത്രി എന്ന നിലയിൽ വെടിവെച്ച് കൊല്ലാനുള്ള ഉത്തരവിടാനുള്ള അധികാരം തനിക്കില്ല എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. നാളെ ഇവിടുത്തെ ഓരോ തൊഴിലാളികൾക്കും ഈ പാവങ്ങൾ 450 രൂപ പണിക്ക് നൽകണം. ഇവർക്ക് നാളെ പണിക്കുവാൻ പറ്റും. നിങ്ങൾക്ക് ഉറപ്പ് തരാൻ പറ്റുമോ? സർക്കാരിന് ഉറപ്പ് തരാൻ പറ്റുമോ? ഇവിടുത്തെ ഓരോ ആദിവാസികൾ ഓരോരുത്തരും നാളെ പണിക്കുവാൻ ചപ്പിട്ട് നൽകണം. നിങ്ങൾക്ക് ഉറപ്പ് തരാൻ പറ്റും സാറേ? പറ്റാവുന്ന പ്രൊട്ടക്ഷൻ ഇത് കേക്ക് ഞാനും പറഞ്ഞു കേക്ക് നിങ്ങൾ മാത്രം പറഞ്ഞോണ്ടിരിക്കല്ലേ. നിങ്ങൾ ഈ പറഞ്ഞതിൽ പരമാവധി പ്രൊട്ടക്ഷൻ ഞാൻ പറഞ്ഞ RRT ഉപയോഗിച്ചിട്ട് പരമാവധി പ്രൊട്ടക്ഷൻ ഇന്ത്യ തന്നെ ഇവിടെ ഏർപ്പാടാക്കും. പിന്നെ നിങ്ങൾ പറഞ്ഞ മുഴുവൻ ജനങ്ങൾക്ക് നിങ്ങൾ പറഞ്ഞ പോലെ ഉറപ്പ് കൊടുക്കാൻ പറഞ്ഞാൽ ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എനിക്ക് സാധിക്കുമോ? നിങ്ങൾ പറയാൻ പറ്റുമോ? സത്യോ? അതെ ആ കാര്യം പറഞ്ഞല്ലോ. ആ കാര്യം ഞാൻ പറഞ്ഞു. അതെ ആ കാര്യം ഞാൻ പറഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ ഈ കാര്യങ്ങൾ അംഗീകരിക്കണം. ബോഡി വിട്ടുകൊടുക്കണം. ഇത് കേക്ക്
ഞങ്ങൾ വേറെ ചിന്തിച്ചിട്ടുമില്ല. നമ്മൾ ആ ജീവിതമാണ്, ആ ജീവിതം മാത്രമാണ്. ഗഡു സാർ നമുക്ക് ഉറപ്പ് തരണം, ഗഡു സാർ ഞങ്ങൾക്ക് ഉറപ്പ് തരണം. നാളെ പാവങ്ങൾ പണിക്ക് പോകണം, അതിന് ഗഡു സാർ ഉറപ്പ് ഞങ്ങൾക്ക് വേണം, നിർബന്ധമായിട്ടും വേണം. ഉറപ്പ് തന്നെ കേട്ടോ. RRTനെ നമുക്ക് ഇന്ന് തന്നെ നമുക്കിവിടെ വിന്യസിക്കാം, പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് വിന്യസിക്കാം. ഫെൻസിങ്ങിന് ഫണ്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്, ഫെൻസിങ് ഞാൻ കൊടുത്തിട്ടുണ്ട്. തീരുന്നില്ലെങ്കിൽ തീരണ്ട, തീരുന്നില്ലെങ്കിൽ തീരണ്ട കേട്ടോ. അപ്പൊ ഇതിന് നിൽക്കണം എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് കേട്ടോ. ഇതിന് അഭ്യർത്ഥിക്കണം. എന്തായാലും മന്ത്രി കൃത്യമായ രീതിയിൽ തന്നെ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. അതായത് കടുവയെ മയക്കുവെടി വെച്ച് പിടികൂടുമെന്ന് പറയുന്നത് പക്ഷേ ഒരു വിഭാഗം പ്രതിഷേധവുമായി ഇങ്ങനെ നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതിൽ എല്ലാ കക്ഷികളും ഉണ്ട്, മന്ത്രി മാത്രമല്ല, കോൺഗ്രസിന്റെ പ്രതിനിധികളുണ്ട്, CPM-ന്റെ പ്രതിനിധികളുണ്ട്, CPI-യുടെ ആളുകളുണ്ട്, അങ്ങനെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രതിനിധികളെ നമുക്ക് കാണാൻ കഴിയും. ഇതിനിടയിൽ ഒരു പ്രധാനപ്പെട്ട വിവരമുള്ളത്, ഈ കടുവയെ വെടിവെച്ച് കൊല്ലാനുള്ള ഉത്തരവ് ഉണ്ടാകും എന്ന് വനം വന്യജീവി വകുപ്പ് മന്ത്രിയുടെ ഓഫീസ് അറിയിക്കുന്നുണ്ട്. അദ്ദേഹം ഇങ്ങനെയാണ് പറയുന്നത്: വയനാട് പഞ്ചാരക്കൊല്ലി പ്രദേശത്ത് കടുവ ആക്രമണത്തിൽ ആദിവാസി സ്ത്രീ കൊല്ലപ്പെടാനുണ്ടായ സംഭവത്തിൽ ഉൾപ്പെട്ട കടുവയെ വെടിവെച്ചു കൊല്ലുമെന്ന് വനമന്ത്രി AK ശശീന്ദ്രൻ അറിയിച്ചു. ഇതിനായി ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഇന്ന് തന്നെ ഉത്തരവ് പുറപ്പെടുവിക്കുന്നതാണ് എന്ന് വനമന്ത്രി ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമപ്രകാരം കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ച സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ SOP പ്രകാരം ഈ കടുവ നരഭോജിയാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷം ആദ്യഘട്ടമെന്ന നിലയിൽ മയക്കുവെടി വെച്ചോ കൂടുവെച്ചോ പിടികൂടും. ഈ സാധ്യതകൾ ഇല്ലാത്ത പക്ഷം കടുവ നരഭോജിയാണെന്ന് ഉറപ്പുവരുത്തി വെടിവെച്ചു കൊല്ലാനുള്ള അന്തിമ നടപടി സ്വീകരിക്കും എന്നാണ് ഇപ്പോൾ വനമന്ത്രി അറിയിച്ചത്. അതുവരെ സംഭവം നടന്ന പ്രദേശത്തും വയനാട് ജില്ലയിലെ വനത്തോട് ചേർന്ന പ്രദേശങ്ങളിലും ജാഗ്രത പുലർത്താനും ആവശ്യമായ ദ്രുതകർമ്മ സേനയെ നിയോഗിക്കാനും മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കർണാടകത്തിലെ ബന്ദിപ്പൂർ മേഖലയിൽ നിന്നും കടുവ, കാട്ടാന തുടങ്ങിയ വന്യമൃഗങ്ങൾ വയനാട് മേഖലയിലേക്ക് കടന്നു വരാവുന്ന സാധ്യത പരിഗണിച്ച് ആ മേഖലകളിൽ പട്രോളിംഗ് ശക്തിപ്പെടുത്തുമെന്നും മന്ത്രി അറിയിച്ചിട്ടുണ്ട്. ഇതൊരു വാർത്താക്കുറിപ്പായി ഇറക്കിയതാണ്. ഇതിന്റെ നടപടിക്രമങ്ങൾ ഇതാണ് സുർജിത്ത്, അത് പാലിച്ചത് ചെയ്യും എന്ന് വനം വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ അവിടുത്തെ പ്രതിഷേധിക്കുന്ന നാട്ടുകാരോട് നമുക്ക് ഈ ഘട്ടത്തിൽ അത് ഈ നിലയിൽ പറയാൻ കഴിയില്ല. അവരുടെ പ്രതിഷേധം, അവരുടെ പ്രശ്നം, അവർ നേരിടുന്ന പ്രതിസന്ധി അത്ര വലുതാണ്. ആ സമയത്ത് ഈ SOP ഇങ്ങനെയാണ് എന്നൊന്നും അവിടെ പറഞ്ഞിട്ട് കാര്യമില്ല. അവരെ ശാന്തരാക്കാൻ കഴിയുക അവിടുത്തെ പ്രാദേശിക രാഷ്ട്രീയ പാർട്ടി നേതാക്കൾക്കും ജനപ്രതിനിധികൾക്കും ഒക്കെ ആയിരിക്കും. അവരത് ചെയ്യുമെന്നാണ് നമ്മൾ കരുതുന്നത്. ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണ്. പ്രിയദർശിനി എസ്റ്റേറ്റ് ഓഫീസിന് മുന്നിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. മന്ത്രി OR കേളു ഉണ്ട് അവിടെ, മറ്റു ജനപ്രതിനിധികളും ഒക്കെ ഉണ്ട്, എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രാദേശിക നേതാക്കളൊക്കെ ഉണ്ട്.